51 ദിവസം. തോമാസ് ലീഹായുടെ 3-ാം ഭാരതാഗമനം. 1953 ഡിസംബർ 6-നാണ് തോമാസ് ലീഹായുടെ 3-ാം ഭാരതാഗമനം നടന്നത്. നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഹായുടെ തിരുശേഷിപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈശോയുടെ തിരുവിലാവിൽ സ്പർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ വിരൽ തന്നെ കടൽ കടന്ന് നമ്മുടെ നാട്ടിലെത്തി. ഓർത്തോണായിൽ നിന്നും അന്നത്തെ പൗരസ്ത്യ തിരുസംഘാധ്യക്ഷൻ കർദിനാൾ ടിസറങ്ങാണ് ഈ തിരുശേഷിപ്പ് അഴീക്കോടുള്ള മർത്തോമാ സ്മൃതി മന്ദിരത്തിൽ എത്തിച്ചത്. അന്ന് അതിന് ലഭിച്ച സ്വീകരണം കേരള ക്രൈസ്തവർക്ക് മാർത്തോമാസ് ലീഹായോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെയും കറകളഞ്ഞ വിശ്വാസത്തിൻ്റെയും നിദർശനമായിരുന്നു. വിചിന്തനം. തോമാസ് ലീഹ എന്ന പ്രേക്ഷിതൻ നിരന്തരമായ യാത്രയിലായിരുന്നു. വിശ്രമിക്കുവാൻ നേരമില്ലായിരുന്നു. മരണശേഷവും അദ്ദേഹം ഈ യാത്ര തുടർന്നു. അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടം പല സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ എത്തിച്ചേർന്നു എന്നത് നമുക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്നതാണ്. അഴീക്കോട്ടെ മാർത്തോമാ സ്മൃതി മണ്ഡപത്തിൽ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് നമുക്ക് അഭിമാനമായി മാറട്ടെ. നമ്മുടെ സഭയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചിരുന്ന കർദിനാൾ ടിസറാങ്ങിനോട് നാം എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കണം. മാർത്തോമാസ് ലീഹ ഭാരത മണ്ണിൽ സ്ഥാപിച്ച സഭയുടെ പാരമ്പര്യവും പൈതൃകവും പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ചെയ്തിട്ടുള്ള സേവനം ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ലാത്തതാണ്. തോമാസ് ലീഹായുടെ മക്കളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സ്ലീഹ സ്ഥാപിച്ച നമ്മുടെ സഭയുടെ വിവിധങ്ങളായ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ വരും തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരാകാം. ഒപ്പം തോമാസ് ലീഹ പകർന്നു തന്ന സുവിശേഷ സന്ദേശം ഭാരതമെങ്ങും എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നമുക്കും സർവാത്മന പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ വലിയ ജീവനിലേക്ക് തോമാസ് ലീഹായിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തോമാസ് ലീഹായുടെ പ്രേക്ഷിത ചൈതന്യം മക്കളായ ഞങ്ങൾക്കും തരണമേ. നിന്റെ വത്സല ശിഷ്യനായ തോമാസ് ലീഹായെ പോലെ വിശുദ്ധിയിലും വിനയത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം.